ഭൂമിക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ശാസ്ത്രം പറയുന്നത് മാത്രമല്ല, നമുക്കത് അനുഭവമാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന വിധത്തിൽ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഭൂഗർഭജല വിതാനം അതിവേഗം താണുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായി പോകുന്ന മാറ്റങ്ങളൊന്നുമല്ല. ഇത് അധികവും മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ പാപങ്ങൾ നിമിത്തം, മനുഷ്യൻ്റെ ദുരനിമിത്തം, അത്യാഗ്രഹ നിമിത്തം പ്രകൃതിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി തിരിച്ചടിക്കുന്നത് അതിക്രൂരമായിട്ടായിരിക്കും. അവിടെ ദയൊന്നുമില്ല, ദയാഹീനമായിരിക്കും തിരിച്ചടി. അത് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാട് വെട്ടണം, നദികളെല്ലാം, ഏത് നദിയാണെങ്കിലും മണൽ വാരി അതിനെ കൊല്ലണം. എവിടെ ഒരു പാറക്കൂട്ടം കണ്ടാലും വെടിവെച്ച് തകർത്ത് അത് പണമാക്കി മാറ്റണം. എവിടെ മരം നിന്നാലും വെട്ടിമുറിക്കണം. എവിടെ ഒരു തണ്ണീർത്തരം കണ്ടാലും അത് നികത്തണം. എവിടെ വയൽ കണ്ടാലും അത് നികത്തി അവിടെ വലിയ കൺസ്ട്രക്ഷൻസ് കൊണ്ടുവരണം. ഇതൊക്കെ ആയിരിക്കുന്നു ഇപ്പോഴത്തെ വികസന സങ്കല്പങ്ങൾ. സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും തെറ്റായ വികസന സങ്കല്പങ്ങൾക്കെതിരായി ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നാം ഒന്ന് ഉണർന്നെണീൽക്കാൻ സമയമായി. സൈലൻ്റ് വാലി കാലം തൊട്ട് 34 വർഷമായി ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേ ഭാഷയിൽ, അതേ രീതിയിൽ 10,000 തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്ന പോലെ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവൻ്റെ വാക്കുകളാവിത്. അരുത്, നശിപ്പിക്കരുത്. എന്തിനാണ് തൃശ്ശൂർ നഗരത്തിലെ മരങ്ങൾ ഇത്രയധികം നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വളരെ തിരക്കേറിയ നഗരമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു കൂടുന്ന നഗരമാണ്. ഉത്സവ നഗരമാണിത്. ഇവിടെ രാമനിലയം, ആ റോഡിലെ മരങ്ങൾ എനിക്കറിയാം. പലപ്പോഴും അവിടെ താമസിച്ചിട്ടുണ്ട്. രാമനിലയത്തിൽ മനോഹരമായ പഴയ പണ്ടത്തെ മഹാരാജാക്കന്മാരോ മറ്റോ വെച്ച് പിടിപ്പിച്ച വലിയ മരങ്ങൾ. എന്തിനാണ് ഒരു ഓട കെട്ടുന്നതിൻ്റെ പേരിൽ അതെല്ലാം മുറിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിലെത്രയോ ഭേദമാണ് റോഡ് കുറച്ചുകൂടെ വെട്ടിപ്പൊളിച്ചിട്ട് അവിടെ ഓട അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുക. മരങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഓട എടുക്കാനുള്ള വിധത്തിലുള്ള സംവിധാനം എഞ്ചിനീയർമാരുണ്ടാക്കണം. എളുപ്പത്തിൽ നശിപ്പിച്ചിട്ട് എല്ലാ വിധത്തിലും എവിടെ മരമുണ്ടെങ്കിലും അത് നശിപ്പിച്ചിട്ടല്ല അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഓടയ്ക്ക് വേണ്ടി ഇത്രയേറെ മഹാവൃക്ഷങ്ങൾ നശിപ്പിക്കുക എന്ന് പറയുന്ന അക്ഷന്തവ്യമാണ്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതിശക്തമായൊരു ചെറുത്തുനിൽപ്പ് തൃശ്ശൂർ നഗരവാസികളിൽ നിന്ന് എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നു, അതിന് കാത്തിരിക്കുന്നു. അതുപോലെ മ്യൂസിയംസും ഒക്കെ അവിടുന്ന് മാറുന്നു. ഒരു വളരെ പഴയ രീതിയിലുള്ള വലിയ ഒരു പ്രദേശമാണ്. നിറയെ മഹാവൃക്ഷങ്ങളുള്ള, തണുപ്പും ചോലകളും നിറഞ്ഞ ഒരു വളരെ സുന്ദരമായ പ്രദേശമാണത്. നഗരത്തിൻ്റെ ഒരു ശ്വാസകോശമാണ്. അവിടെ കെട്ടിടങ്ങൾ കൊണ്ട് നിറയ്ക്കരുത്, അവിടെ നശിപ്പിക്കരുത്. അതൊരു വലിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാക്കി മാറ്റി ജനങ്ങൾക്ക് വന്നിരിക്കാനും സന്തോഷമായിട്ട് കാറ്റുകൊണ്ടിരിക്കാനും ശുദ്ധവായു ശ്വസിക്കാനുമുള്ള ഒരു നഗരത്തിൻ്റെ ഒരു വലിയ ശ്വാസകോശം, ഒരു ഹരിത ശ്വാസകോശമാക്കി മാറ്റുകയാണ് വേണ്ടത്. അവിടെ വെട്ടിമുടിക്കരുത്. അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവർക്കും പണമുണ്ടിപ്പോൾ. കെട്ടിടങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പാടില്ല. ഇതും തൃശ്ശൂർ നഗരവാസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പോയിരിക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ കുറച്ച് സ്ഥലം, ശുദ്ധവായു ശ്വസിക്കാനും ഒരിടം. ഓരോ വർഷം ചെല്ലുന്തോറും ശുദ്ധവായുവിൻ്റെ തന്നെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ വർഷവും ഈ അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ശുദ്ധവായു തരുന്ന അനുഗ്രഹദാതാക്കളാണ് വൃക്ഷങ്ങൾ. വെട്ടിത്തൊലയ്ക്കരുത്. അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ശുദ്ധവായു തരുന്നു എന്ന് മാത്രമല്ല, അവ തരുന്ന തണുപ്പും കുളിർമയും 1000 ജീവജാലങ്ങൾക്ക് അവ ഒരുക്കുന്ന ആവാസ വ്യവസ്ഥയും അവരുടെയൊക്കെ വീടാണത്. എത്രയോ കിളികളുടെയും ചെറിയ പ്രാണികളുടെയും അണ്ണാനുകളുടെയും വവ്വാലുകളുടെയും ഒക്കെ അവരുടെ കുടുംബമാണത്. അവരുടെ തറവാടാണത്. ഒന്നും മുടിക്കാൻ നമുക്ക് കാര്യമില്ല. കെട്ടിടം പണിയല്ല പ്രധാനം.
കേരളത്തിലെ ആവശ്യത്തിൽ എത്രയോ അധികം കെട്ടിടങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. 11 ലക്ഷം കെട്ടിടങ്ങൾ അടച്ചിട്ടിരിക്കുന്നുവെന്ന് കണക്കുണ്ട്. വാടകയ്ക്കെടുക്കട്ടെ സർക്കാർ, വാടകയ്ക്കെടുത്ത് അവിടെയൊക്കെ സ്ഥാപനങ്ങൾ നടത്തട്ടെ. സ്വല്പം ഒരു ഓപ്പൺ സ്പേസ്, തുറസായ സ്ഥലം എവിടെ ഉണ്ടെങ്കിലും അവിടെ കെട്ടിടങ്ങൾ വയ്ക്കാനുള്ള ഇന്നത്തെ ഈ ഏർപ്പാടുണ്ടല്ലോ, അതിനെതിരായി കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ വൃക്ഷങ്ങളെയും പച്ചപ്പിനെയും വെള്ളത്തെയും പുഴയെയും മണ്ണിനെയൊക്കെ സ്നേഹിക്കുന്ന കുറച്ച് പേർ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഭാവുകവും നേരുന്നു, ശക്തി നേരുന്നു. ഒരിക്കലും തീരാത്ത യുദ്ധങ്ങളായിരിക്കും നിങ്ങളുടെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ആ പടക്കരുത്ത് നേരുന്നു, വിജയം നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.